ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ വെളുത്തിട്ട് പാറുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ വെളുത്തിട്ട് പാറുന്ന യാതൊരു കാര്യമല്ല. ഇത് നമ്മുടെ സ്കിൻ കെയർ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും നല്ലത് നല്ലൊരു ഫേസ് വാഷ് തന്നെ വേണം. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഫേസസിന്റെ ആട്ടോ. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു സംഭവം ഞാൻ എടുത്തതിന് ശേഷം ആദ്യം അതൊന്ന് ഫേസിലിട്ടൊന്ന് റബ്ബ് ചെയ്ത് സ്ക്രബ് ചെയ്തൊക്കെ കൊടുക്കും. അതിന്റെ ആവശ്യം വേണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്, അല്ലെ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ദെൻ എവിടെയാണ് കൂടുതലൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്? എന്റെ കണ്ണിൽ കുറച്ച് കരിയുണ്ട് ഗൈസ്. അപ്പൊ ആ കരിയൊക്കെ ഞാൻ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി സെറ്റ് ആക്കി എടുത്തു. അതിനുശേഷം ഈ പറയുന്ന പോലെ നന്നായി റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ഒരുപാട് എന്താ പറയാ, ഞാനിങ്ങനെ സ്കിൻ കെയർ തന്നെയല്ല, നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഒക്കെ പറയണ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഒരച്ച് കഴുകരുത്. അതുപോലെ തന്നെ നമ്മൾ താഴത്തോട്ട് അതിനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കരുത്, മേലോട്ട് തന്നെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തോളാം, അല്ലെങ്കിൽ അങ്ങോട്ട് താഴ്ന്നു പോകും. പിന്നെ ഞാൻ ഇത്തിരി വെള്ളം തൊട്ട് തല്ലൂടി അതിനെ നന്നായി സ്ക്രബ് ചെയ്ത് തന്നെ എന്റെ വായിൽ വരുന്ന ദൈവമേ. അപ്പൊ അതിനെ നന്നായി നമ്മളെ മുഖത്ത് നന്നായി ആ ഡെഡ് സ്കിന്നും അതുപോലെ നമ്മൾ ഡേർട്ടി ആയിട്ട് കിടക്കുന്ന, നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ സൂര്യന്റെ ടാനൊക്കെ കടിച്ചിരിക്കുന്ന സംഭവങ്ങളില്ല, അതൊക്കെ കളഞ്ഞ് ഞാനൊന്ന് സെറ്റായി ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഇപ്പൊ തന്നെ ഒന്ന് മുടുക്കിയായി, അല്ലെ? അതിനുശേഷം നമ്മുടെ താടി പിടിക്കൽ മീശ പിടിക്കൽ സംഭവത്തിലേക്ക് ഇത് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. കാരണം നമ്മള് എന്താ പറയാ, ഫേസിലുള്ള ഈ രോമങ്ങളും സംഭവങ്ങളൊക്കെ പോയാൽ തന്നെ നല്ല സെറ്റാവും. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫോണിലൊന്നും നോക്കി ചെയ്യാറിയില്ല, കണ്ണെഴുതാനും അറിയില്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫോണിൽ നോക്കി ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്റെ മിററിൽ നോക്കി ചെയ്യുക. ഇല്ലെങ്കിൽ വല്ലാണ്ട് ഫോണിൽ നോക്കി പത്രാസ് അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ മോന്ത ചിലപ്പോൾ കീറി കിടക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് നോക്കി ഫേസ് ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പൊ എന്റെ ഫേസ് ഒന്നുകൂടി കോലനായ പോലെ എനിക്ക് തോന്നുന്നു, എന്താവോ എന്നറിയില്ല. പിന്നെ എനിക്ക് എന്റെ ഫേസ് രണ്ട് തരമായിട്ടൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. ഈ റൈറ്റ് സൈഡ് വേറെ സൈഡും ലെഫ്റ്റ് സൈഡ് വേറെ ആരുടെയോ മുഖം പോലെയൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നും. അത് എന്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ തോന്നും ഈ റൈറ്റ് സൈഡ് ആ ഭംഗി, ലെഫ്റ്റ് സൈഡ് വലിയ കൊള്ളില്ല. പിന്നെ ചില ആംഗിൾ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് അല്ല നല്ലത് റൈറ്റ് സൈഡിനേക്കാളും എന്നും തോന്നും. എന്നെ പോലെ ഇങ്ങനെ പ്രാന്തമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോ കണ്ട, അപ്പോഴേക്കും ഒരു ബെറ്റർ സ്കിന്നും ബെറ്റർ ഒരു ഫീലാ. പിന്നെ ഈ ഫേഷ്യൽ റൈസർ യൂസ് ചെയ്താൽ തന്നെയാട്ടോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്താ പറയാ, നമ്മുടെ ഫൗണ്ടേഷൻ ആയാലും സ്കിൻ കെയർ ആയാലും ഒക്കെ പ്രോപ്പറാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മേക്കപ്പിൽ നമുക്ക് ഈ ഒരു സംഭവം റിമൂവ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും, കേക്കി പാച്ചി ഫീൽ വരും. പ്രത്യേകിച്ച് നല്ല കട്ടിയുള്ള ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോൾ. പിന്നെ അതുപോലെ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്കും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്, ഞാനിപ്പോൾ റീസെന്റ് അല്ല കേട്ടോ, ഒരു 2-3-4 മാസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആയിട്ടാണ്. വെറും 49, 46, 47 രൂപയൊക്കെ തന്നെയുള്ളൂ. പലതിലും പല റേറ്റാണ്. ഞാൻ എന്റെ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്ത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ അതില് നമുക്ക് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മീൻസ് ഇപ്പൊ ഇട്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് കിട്ടും കേട്ടോ. അതായത് ഏറ്റവും കുറവും കൂടുതലും ഒക്കെ നോക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കൂ. ഏതിലാണ് എന്താ പറയാ ഡെലിവറി ചാർജ് കുറവും കൂടുതലും ഒക്കെ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടി ഈ സംഭവം മുട്ടിച്ചു വെച്ച് എങ്ങനെയുണ്ട്, ഒരു ഭൂതത്തെ പോലെ ഉണ്ടല്ലേ, അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. ഇതെന്തിങ്ങനെ എന്ന് തോന്നില്ല, ഇത്തിരി പിശിക്കൊക്കെ ഇവരുണ്ടാക്കിയാണെന്ന് തോന്നുന്നുണ്ട്. സംഭവം അടിപൊളി. പക്ഷെ ആ എന്താ പറയാ, മൂക്കിന് താഴെ കുറച്ചുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഫൈനലി മാസ്ക് നീക്കി ഞാൻ അത് ഒന്നുകൂടി അതിനൊന്ന് ഒരച്ച് മിനുക്കപ്പണികൾ ചെയ്യണ്ടട്ടാ. എനിക്ക് എന്റെ കയ്യേക്കാൾ ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ മാറിയിട്ടുണ്ട് ഫേസും തോന്നും. അതെന്റെ മാത്രം തോന്നലാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. പിന്നെ ഈ ഷീറ്റ് മാസ്കിൽ ഓൾറെഡി എന്റെ സീറം ഉണ്ടല്ലോ, നല്ല ഗ്ലോ ഉണ്ടല്ലേ. ഫൈനലി നമ്മൾ എന്തിടും, അതിനെയും കൂടി ഒന്നുകൂടി അതിൽ സിറൊക്കെ ഉണ്ടാവും, അതും കൂടെ ചീന്തി എടുത്ത് അതിന്റെ ഫേസിലേക്കൊക്കെ ഞാൻ ഒന്നുകൂടി മസാജ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായി നടന്ന് ഫേസ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി. ഫൈനലി ഈ ഒരു റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ഗ്ലോയെ, പ്രത്യേകിച്ച് മേക്കപ്പ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.